ആര് പറഞ്ഞു ഹോമിയോപ്പതിക്ക് ഇൻവെസ്റ്റിഗേഷൻസ് ഒന്നും വേണ്ടാന്ന്? വേണമല്ലോ. ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു അസുഖത്തിനെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരു അസുഖം വന്നു കഴിഞ്ഞ് നമ്മളൊരു മെഡിസിൻ കൊടുത്ത് അതിൻ്റെ പ്രോഗ്നോസിസ് കണ്ടെത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇൻവെസ്റ്റിഗേഷൻ വേണം. എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് ഉണ്ടോ? നമ്മളിപ്പോൾ മെഡിസിൻ കൊടുത്തു, മാറുന്നില്ല, അപ്പോൾ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് ഉണ്ടോ ഇതിനെ ക്യൂർ ചെയ്യാൻ എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇൻവെസ്റ്റിഗേഷൻ വേണം. ഫോർ എക്സാമ്പിൾ തൈറോയ്ഡ് കേസ്. ആ തൈറോയ്ഡ് കേസ് ഫസ്റ്റ് അവർ ചെക്ക് ചെയ്ത് വരുന്ന സമയത്ത് ഒരു റിസൾട്ട് ഉണ്ടാവും, ഒരു വാല്യൂ ഉണ്ടാവും അല്ലേ? ആ ഒരു വാല്യൂ നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ ഫുൾ കേസും ഡീറ്റെയിൽസും ഒക്കെ എടുത്ത് നമ്മൾ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു ആഫ്റ്റർ 1 month or 2 months നമ്മൾ വീണ്ടും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. ആ സമയത്ത് നമ്മൾ ആ വാല്യൂ ചെക്ക് ചെയ്യും. ആ വാല്യൂ ചെക്ക് ചെയ്യുമ്പോൾ മുമ്പത്തെ വാല്യൂവിനേക്കാളും കുറവാണോ കൂടുതലാണോ എന്ന് നമുക്കറിയണ്ടേ? അപ്പം നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ വേണമല്ലോ. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഹോമിയോപ്പതി ട്രീറ്റ് ചെയ്യുന്നത് ഒരിക്കലും സിംറ്റംസ് മാത്രം നോക്കിക്കൊണ്ടോ അസുഖം മാത്രം നോക്കിക്കൊണ്ടോ അല്ല, ഒരു ആസ് എ ഓൾ പേഴ്സൺ, അതായത് ഓൾ ബോഡി ആൻഡ് മൈൻഡ്, ഇതിനെ കംപ്ലീറ്റ് നോക്കിക്കൊണ്ടാണ് ഹോമിയോപ്പതി ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ പലർക്കും ഒരു ധാരണയാണ് ഇൻവെസ്റ്റിഗേഷൻസിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നുള്ളത്. അത്യാവശ്യമാണെങ്കിൽ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യിക്കാറുണ്ട്, അതിൻ്റെ റിസൾട്ട് നോക്കാറുണ്ട്. ആ അസുഖത്തിന് ബേസ് ചെയ്തുകൊണ്ട് തന്നെ സിംറ്റംസിനെല്ലാം കണക്കിലെടുത്ത് ഓൾ ബോഡി ഹോളിസ്റ്റിക് ആയിട്ട് നമ്മളതിനെ ട്രീറ്റ് ചെയ്യാറുണ്ട്.